യെസ്, നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ KP രാഹുലിനെ സെയിൽ ചെയ്യുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ KP രാഹുൽ ക്ലബ്ബ് വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ. എന്തായാലും കുറേ നാളായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട്, ക്ലബ്ബ് വിടും എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഫൈനലി അദ്ദേഹം വിടാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത് ഇതിൻ്റെ കോൺട്രാക്റ്റ് കഴിയുന്നതിന് മുമ്പ് മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിൽക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് പൊസിഷനൂടെ കളിപ്പിച്ചിട്ട് വിടുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹം എപ്പോഴും റൈറ്റ് ബാക്ക് നല്ല രീതിയിൽ കളിക്കാറുണ്ട്. ഇപ്പോൾ അത് അണ്ടർ 17-ലാണെങ്കിലും അല്ലാത്ത രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നൊരു താരമാണ് രാഹുൽ KP. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും ആ ഒരു പൊസിഷനിൽ രാഹുൽ KP പോയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നോക്കാൻ പറ്റുന്ന താരങ്ങളാണ്. അതായത് വിറ്റ പൈസയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു താരത്തെ വേണമെങ്കിൽ മേടിക്കാൻ സാധിക്കുന്നത്. ഇത് അബ്ദുൾ റബീഖ് നല്ല ടാലൻ്റാണ്. റൈറ്റ് ബാക്കിലും റൈറ്റ് വിങ്ങിലും ഒരുപോലെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറാണ്, ഹൈ ക്വാളിറ്റി പ്ലെയറാണ്. സോ അദ്ദേഹത്തെ കൊണ്ടുവന്ന എന്തായാലും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മാക്സിമം അതുപോലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അബ്ദുൾ റബീഹിനെ അദ്ദേഹമൊക്കെ ഹൈദരാബാദ് FC KBFC ആ ഒരു മാച്ച് നടത്തിയ പെർഫോമൻസൊക്കെ വേറെ ലെവലായിരുന്നു. അതിനെക്കാട്ടി മികച്ച പെർഫോമൻസ് നടത്തിയ മാച്ചുമുണ്ട്. സോ എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ താരങ്ങളെ കൊണ്ടുവന്നാൽ നല്ല